ഹലോ നമസ്കാരം. അങ്ങനെ ലാലേട്ടന്റെ അടുത്ത ചിത്രമായ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും ഏപ്രിൽ 25-ന് റിലീസാവുകയാണ്. ഈ സിനിമയുടെ ചർച്ചകൾ തുടങ്ങിയപ്പോഴും അതുപോലെ തന്നെ ടീസർ, ട്രെയിലർ എല്ലാം വന്നപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു, ഒരു ദൃശ്യം മോഡൽ സിനിമയാണോ എന്നുള്ളത്. അതിന് കുറച്ച് നാൾ മുമ്പത്തെ ലാലേട്ടന്റെ ഒരു ഇന്റർവ്യൂവിൽ ലാലേട്ടൻ അറിയാതെ തന്നെ ഒരു ഹിന്റ് തരുന്നുണ്ട്, ഇത് ദൃശ്യം മോഡൽ സിനിമയാണോ എന്നുള്ളത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. My next film, Thudarum, is a new director for me, but they have done it very brilliantly. It's a very like a Drishyam kind of thing. Thudarum is a crime thriller? Yeah. It's a family drama. Thudarum, it took 8 years for us to complete the script. Thudarum, Yeah. the one with Shobana? Yeah. Oh, Yeah. okay. 8 years. 8 years because we have to correct it. The script should shape up. Some problem was there in that, but we corrected. We are releasing it on May. So yeah. No. ഈ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് ചെറുതായിട്ട് മനസ്സിലായി ലാലേട്ടന്റെ വായിൽ നിന്ന് അറിയാതെ വീണതാണ്. പക്ഷെ ലാലേട്ടൻ അതൊരു കള്ളച്ചിരിയോടുകൂടി അതൊരു ഫാമിലി ഡ്രാമയാക്കി മാറ്റുന്നുണ്ട്. പക്ഷേ ഈ റീസെൻ്റ്ലി തരുൺമൂർത്തി അടുത്തൊരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അതിൽ പൂർണ്ണമായ ആൾ പറയുന്നത് ഒരു ഫാമിലി ഡ്രാമയാണ്, ദൃശ്യം മോഡൽ ഒരു സിനിമ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നതാണ്. അതും നമുക്കൊന്ന് കണ്ടു നോക്കാം. തരുൺമൂർത്തിയുടെ ആ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഇന്ന് എല്ലാവരും പുതുമ തേടുന്നുണ്ടെങ്കിലും ലാലേട്ടൻ എത്തുമ്പോ എല്ലാവരും പഴമയാ തേടുന്നത്. പഴയ ലാലേട്ടനെ തിരിച്ച് തരുണിന് ഇഷ്ടമുള്ളത് പഴയ ലാലേട്ടനെയാണോ പുതിയ ലാലേട്ടനെയാണോ? ലാലേട്ടന് പുതിയത് ചെയ്യാനാണ് ഇഷ്ടം. ഞാൻ വിശ്വസിക്കുന്നത് ഈ വിന്റേജ് ലാലേട്ടൻ തിരിച്ചു വരുന്നു അല്ലെങ്കിൽ പഴയ ലാലേട്ടൻ തിരിച്ചു കൊണ്ടുവരുന്ന ടാഗ്ലൈൻ ശരിക്കും പറഞ്ഞ ഒരു അപകടം പിടിച്ച ടാഗ്ലൈനാണ്. എല്ലാവരും പുതിയതാണ്. അപ്പം ഞാൻ സൗദി വെള്ളക്കാരുടെ സമയത്ത് ഇന്റർവ്യൂ ചെയ്ത പോലെ അല്ല ഞാനിപ്പോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ജാവയുടെ സമയത്തുള്ള ഒരു ഫിലിം നോളജോ അല്ലെങ്കിൽ മെച്യൂരിറ്റി അല്ല ഇപ്പം തുടരും ചെയ്തിരുന്ന് സംസാരിക്കും. അപ്പം അദ്ദേഹത്തിന് എല്ലാ തലമുറകൾക്കും കണക്ട് ആവുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ, അമ്മയുടെ, എൻ്റെ വൈഫിൻ്റെ, എൻ്റെ മക്കളുടെ, എൻ്റെ ഏറ്റവും ഇളയ മോൻ്റെ വരെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ലാലേട്ടൻ. അപ്പൊ അത്രയും ഏജ് ഗ്രൂപ്പിനെ കണക്ട് ചെയ്യുന്ന ഒരാളെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രസന്റ് ചെയ്താൽ മതി. അരുൺ ലാലേട്ടൻ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അത് ലാലേട്ടന്റെ ഏറ്റവും പുതിയ വേർഷൻ. ദൃശ്യം പോലത്തെ സിനിമയാണ്, സെക്കൻഡ് ഹാഫിൽ ദൃശ്യം പോലെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകാമെന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ ഒരുപാട് ആളുകൾ അതിനെ എഴുതാറുണ്ട്, വായിക്കാറുണ്ട്. അപ്പം ഞാൻ ഒരിക്കലും ദൃശ്യം പോലൊരു സിനിമ ഉണ്ടാക്കാനല്ല തുടരും ചെയ്യുന്നത്. പറവൂർ വഴി ഇങ്ങനെ ഒരു ദിവസം ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ ഒരു മതിൽമേൽ ചാരി ഒരു കാറും നോക്കി നിൽക്കുന്ന ഒരു ചിത്രം കണ്ടു. അതിൽ നിന്നാണ് ഞാൻ അതിൻ്റെ മുമ്പും പിൻപുമൊക്കെ ആലോചിക്കുന്നത്. ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ സീൻ ലാലേട്ടനെ വെച്ച് ആ സീൻ ഷൂട്ട് ചെയ്തൊരു മധുരമേൽ താടിക്ക് കയ്യും വെച്ച് ഒരാൾ ഒരു കാറ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ സീൻ ഷൂട്ട് ചെയ്ത് അതിപ്പോൾ സിനിമയിലുണ്ട്. ഫീൽ ഗുഡ് അല്ല സിനിമ, എല്ലാവരും ഇങ്ങനെ ഫീൽ ഗുഡാണ് മറ്റാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനതിനെ ഉൾക്കൊണ്ടതും ഞാനതിനെ ഡയറക്റ്റ് ചെയ്തതും ഒക്കെ ഒരു ഫാമിലി ഡ്രാമ എന്നുള്ള രീതിയിലാണ്. ഞാൻ തരുൺമൂർത്തിയുടെ ഇന്റർവ്യൂ ഫുള്ളായി കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് തരുൺമൂർത്തിയുടെ ആദ്യത്തെ സിനിമയായ ഓപ്പറേഷൻ ജാവ, രണ്ടാമത്തെ സിനിമ സൗദി വെള്ളയ്ക്ക, മൂന്നാമത്തെ സിനിമയാണ് ഈ തുടരും. അപ്പോൾ ഈ ഓപ്പറേഷൻ ജാവയിൽ ഒരു ട്രൂ ഇൻസിഡൻറ്റിൽ നിന്നാണ് ആ കഥ രൂപപ്പെട്ടതെന്നാണ് തരുൺമൂർത്തി പറഞ്ഞത്. അതായത് പ്രേമം റിലീസായ സമയത്ത് അതിൻ്റെ വ്യാജ കോപ്പി ലീക്കാവുകയും അതിനോട് ബന്ധപ്പെട്ട ഒരു കഥയാണ് ആ സിനിമ പറയുന്നത്. സൗദി വെള്ളയ്ക്കയാണെങ്കിലോ ഒരു പേപ്പർ കട്ടിങ്ങിൽ നിന്നാണ് ആ കഥ രൂപപ്പെട്ടതെന്നാണ് തരുൺമൂർത്തി പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഇതൊരു നോർമൽ ഒരു ഫാമിലി ഡ്രാമ മാത്രമാവില്ല. അത് നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അവസാനം കുറച്ച് ത്രില്ലർ എലമെന്റ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ദൃശ്യം ഇറങ്ങിയപ്പോൾ ദൃശ്യത്തിൻ്റെ ട്രെയിലർ കണ്ടാൽ നമുക്കറിയാം അതൊരിക്കലും ഒരിക്കലും വിചാരിക്കാത്തൊരു സിനിമയായി അവസാനത്തെ ക്ലൈമാക്സ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് ഈ സിനിമയിൽ നായകനും ആ കാറും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അതിൽ വേണമെങ്കിൽ ഒരു പാസ്റ്റ് ഉണ്ടാവാം, പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കഥ ഉണ്ടാവാം. ബാക്കി നമുക്ക് ഏപ്രിൽ 25-ന് സിനിമ ഇറങ്ങിയതിന് ശേഷം ബാക്കി കാണാം. ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ റൈഡിങ് ട്രീസർ ഞാൻ കണ്ടിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് ലാലേട്ടൻ്റെ ഹേറ്റേഴ്സിനുള്ള ഒരു മറുപടി കൂടിയാണ്. താടി അവിടെ ഇരുന്നോട്ടെ എന്ന് പറയുന്നതും പിന്നെ അതൊരു ഹേറ്റേഴ്സിനുള്ളൊരു മറുപടി ആയിട്ടാണ്. കാരണം ലാലേട്ടൻ കുറേ നാളുകളായിട്ട് താടി വെച്ചിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. എല്ലാവരും ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട് താടി കളയാൻ.
അപ്പൊ ഇനി എന്തായാലും സത്യനന്ദിക്കാരന്റെ സിനിമയിൽ ഓൾറെഡി താടിയൊക്കെ ട്രിം ചെയ്തിട്ടുള്ള ഒരു ലുക്കാണ്